ദില്ലിയിൽ വായു മലിനീകരണ തോത് ഉയർന്നിരുന്നു എന്നുള്ളത്. ഇന്നിപ്പോൾ നേരിയ ആശ്വാസമുണ്ട് എന്നാണ് ദില്ലിയിൽ നിന്നും PR സുനിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 1000-ന് വരെ ഉണ്ടായിരുന്ന ഇടങ്ങളിൽ വായു മലിനീകരണ തോത് അല്പം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ വായു ഗുണനിലവാര സൂചിക 400-നും 500-നും ഇടയിൽ തന്നെയാണ്. നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനായി 50% സർക്കാർ ജീവനക്കാരുടെ പ്രവർത്തനം വർക്ക് ഫ്രം ഹോം ആക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകിയ അവധിയും തുടരുകയാണ്. PR സുനിൽ ചേരുന്നു. PR സുനിൽ, ഗുഡ് മോർണിംഗ്. ഡൽഹിയിൽ ഇപ്പോൾ എന്താണ് വായു മലിനീകരണ തോതിന്റെ അവസ്ഥ? 2-3 നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വർക്ക് ഫ്രം ഹോം കൊടുത്തു. സ്വകാര്യ വാഹനങ്ങൾ ഉപേക്ഷിച്ച് പൊതുഗതാഗതത്തിലേക്ക് മാറണം എന്ന് ഡൽഹി സർക്കാർ അറിയിച്ചിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ? എന്തൊക്കെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? വായു ഗുണനിലവാര സൂചിക 1000-ത്തോടടുത്ത സ്ഥലങ്ങളിൽ പെട്ടെന്ന് കുറയാനുള്ള കാരണം എന്തായിരിക്കും PR സുനിൽ? ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും കടുത്ത നിയന്ത്രണങ്ങളാണ് ദില്ലിയിൽ നടപ്പാക്കുന്നത് വായു മലിനീകരണ തോത് കുറയ്ക്കുന്നതിനായി. ഏതായാലും അത് ഗുണം ചെയ്തു തുടങ്ങുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുകൂല സൂചനകൾ കിട്ടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇന്ന് രാവിലെ പലയിടങ്ങളിലും വായു ഗുണനിലവാര സൂചികയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന അത്രയും വലിയ ഉയർച്ചയില്ല, അത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 1000-ന് മുകളിലായിരുന്നു എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് രാവിലെ 500-ന് താഴേക്ക് വന്നിട്ടുണ്ട്. 400-നും 500-നും ഇടയിലാണ് ഇപ്പോൾ പലയിടങ്ങളിലും എയർ ക്വാളിറ്റി ഇൻഡെക്സ് കാണിക്കുന്നത്. അതും വലിയ ഗുരുതരമായൊരു സാഹചര്യം തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് സാഹചര്യങ്ങളിൽ ചെറിയ മാറ്റമുണ്ട്. നമ്മളിപ്പോൾ അന്തരീക്ഷം പരിശോധിച്ചാൽ തന്നെ പുകമഞ്ഞിൽ വലിയൊരു കുറവ് നമുക്ക് കാണാൻ കഴിയും. വാഹനങ്ങളുടെ എണ്ണം ദില്ലിയുടെ നിരത്തുകളിൽ വലിയ തോതിൽ കുറയ്ക്കാനുള്ള നടപടികളാണ് പ്രധാനമായും ഇപ്പോൾ ദില്ലി സർക്കാരും അതുപോലെ തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ പ്രധാനമായും ശ്രമിക്കുന്നത്. വാഹനങ്ങളുടെ എണ്ണമാണ് വലിയ തോതിൽ വായു മലിനീകരണം ഉയർത്തുന്നതിലെ ഒരുപാട് ഘടകങ്ങളിലൊന്ന്. വൈക്കോൽ കത്തിക്കുന്നത്, അന്യസംസ്ഥാനങ്ങളിൽ വൈക്കോൽ കത്തിക്കുന്നത് മറ്റൊരു കാരണമാണ്. അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന മാലിന്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ദില്ലിയുടെ അന്തരീക്ഷത്തെ മലിനമാക്കി നിലനിർത്തുന്നത്. അതായാലും ഇപ്പോൾ ദില്ലിയിലെ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെയൊക്കെ തന്നെ പ്രവർത്തനം 50% വർക്ക് ഫ്രം ഹോമാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാരവാഹനങ്ങൾക്ക് ദില്ലിയിൽ നിയന്ത്രണം തുടരുകയാണ്. ഡീസൽ വാഹനങ്ങൾക്കും പ്രത്യേകിച്ച് ട്രക്ക് പോലുള്ള ഡീസൽ വാഹനങ്ങൾക്കും വലിയ നിയന്ത്രണം ഇപ്പോൾ ദില്ലി മേഖലകളിലൊക്കെ തന്നെ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നിരോധനം തുടരുന്നുണ്ട്. സ്കൂളുകൾക്ക് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അവധിയും ദില്ലിയിൽ തുടരുകയാണ്. അങ്ങനെ ഈ കൂടുതൽ ആളുകൾ പുറത്തിറങ്ങുന്നത് തടഞ്ഞുകൊണ്ട് ഈ വായു മലിനീകരണത്തിന്റെ ഒരു തോത് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഒപ്പം ഈ വെള്ളമൊക്കെ സ്പ്രേ ചെയ്തുകൊണ്ട് ഈ മലിനീകരണ തോത് കുറയ്ക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ.